ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സെൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. നമ്മുടെ പ്രസൻറ്റേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനിതാ ഈ വീഡിയോയിലും പറയുന്നതാണ്. ആദ്യം നമ്മൾ എല്ലാതും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ആക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ അതിനെ ഗ്രൂപ്പ് ആക്കിയതിന് ശേഷം ഷേപ്പ് ഔട്ട്ലൈനിൽ നമ്മൾ റിമൂവ് ചെയ്തു. ഷേപ്പ് ഔട്ട്ലൈൻ റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ്സിലെടുത്തു. ഫോർമാറ്റ് ഷേപ്പിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. നമുക്ക് റിഫ്ലക്ഷൻ വേണോ, റിഫ്ലക്ഷൻ കൊടുക്കുക. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. റിഫ്ലക്ഷൻ കൊടുക്കുക, അതേപോലെ തന്നെ 3D ഫോർമാറ്റിലേക്ക് ആക്കാം. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ അടുത്ത വീഡിയോസിലായിട്ട് ഞങ്ങൾ പറയുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പ് ആക്കാതെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അതൊരു വേറെ രീതിക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ എന്നാൽ ഗ്രൂപ്പ് ആക്കിയിട്ട് നമ്മൾ മൊത്തത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്, നമുക്ക് കണ്ടറിയാം. ഇത് നമുക്ക് എല്ലാം റിഫ്ലക്ഷൻ, അതേപോലെ തന്നെ ട്രാൻസ്പെറൻസി, അതേപോലെ തന്നെ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് നമ്മുടെ സ്ക്രീനിൽ കാണാൻ നമുക്ക് വിസിബിളാണ്. അതെന്തൊക്കെ മാറ്റമാണ് അതിൽ വരുത്തുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ എടുത്തിട്ടുള്ള ഷേപ്പിൻ്റെ ലൈൻ, ഔട്ട്ലൈൻ എല്ലാം നമുക്ക് റിമൂവ് ചെയ്തു. നമ്മൾ പറഞ്ഞു ഇനി അടുത്ത പിക്ചർ ഫില്ലാണ്. പിക്ചർ ഒന്നെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ഫ്ലിപ്പാർട്ടിൽ അല്ലെങ്കിൽ പിന്നെ ഫയലിൽ പോയിട്ട് എടുക്കാം. ഫയലിൽ പോകുമ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പർട്ടിക്കുലർ ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അതെടുക്കുക. അത് ഇൻസേർട്ട് കൊടുത്താൽ അത്ര പണിയുള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് അതിനെ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ റിഫ്ലക്ഷൻ കൊടുത്തത് കാരണം തന്നെ റിഫ്ലക്ഷൻ്റെ ഇതും വന്നു. നമുക്ക് എന്തെങ്കിലും അവിടെ എഴുതാൻ എനിത്തിങ് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ആ ഒരു ടോപ്പിക്കായിരിക്കാം, അല്ലെങ്കിൽ ആ PPTയുടെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ആളുടെ പേരായിരിക്കാം, എനിത്തിങ് നമുക്ക് എഴുതാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡ് ഇതേപോലെ ആക്കണമെങ്കിൽ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അടുത്തതിലേക്ക് ഇടാൻ മതി. പക്ഷേ ഇതൊരു ഫ്രണ്ട് സ്ലൈഡ് കുറച്ച് അട്രാക്റ്റീവായ രീതിയിൽ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ഞാനൊന്ന് ഒരു ബിഗിനർ പോലെ കാണിച്ചു തന്നു എന്ന് മാത്രം. ഇതിനെ നമുക്ക് അനിമേഷൻ മോഡിലാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അത് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറയുന്നതായിരിക്കും. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിൻ്റെ എല്ലാതും കൊടുത്തു. ഇനി നമുക്ക് എന്താണ് അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. സോ ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്. വളരെ അമേസിങ് ആയിട്ട് ഒരാളുടെ മുന്നിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് എല്ലാ അറേഞ്ച്മെൻറ്റും മാറ്റം വരുത്താം. എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാം. റൈറ്റ് ക്ലിക്കാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർമാറ്റ് ഷേപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ഷേപ്പ് ചെയ്യുക. അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അൺഗ്രൂപ്പ് ചെയ്യുമ്പോൾ എന്താണ് ഓരോ ഷേപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇമേജസിന് ക്യാരി ചെയ്യും. സോ നമുക്ക് ഗ്രൂപ്പാണ് കുറച്ചുകൂടി അട്രാക്റ്റീവായ രീതിയിൽ തോന്നിക്കുന്നത്. ഗ്രൂപ്പാണെങ്കിൽ നമുക്ക് പല ഷേപ്പിൽ നമുക്ക് ചെയ്ത ശേഷം അതിലേക്ക് ഫോർമാറ്റ് ഷേപ്പ് കൊടുത്താൽ വളരെയധികം നമുക്ക് ഭംഗിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാനിപ്പോൾ കൊടുത്തത് ഇതേപോലെ ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ വളരെ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഭംഗികേടായി തോന്നുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസ് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പർട്ടിക്കുലർ ആ ഒരു ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് കുറച്ച് നമുക്കൊന്ന് മൂവ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് ലഭിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ വരും സ്ലൈഡുകളിൽ നമുക്ക് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കാം.